സദേൺ റോക്സ് എന്ന വ്യവസായ ശൃംഖലയുടെ അമരക്കാരൻ, കൊടുങ്ങല്ലൂരിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ജ്ഞാനായ പൈതൃക കേന്ദ്രത്തിന്റെ ആശയ ശില്പി, ഷൊർണൂർ സെന്റ് മേരീസ് ജ്ഞാനായ ദേവാലയത്തിന്റെ സ്ഥാപക നേതാവ്, വള്ളംകുളം പ്രദേശത്തിന്റെ മുഖഛായ മാറ്റിയ വ്യവസായ പ്രമുഖൻ, മൈനിങ് അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നിലയ്ക്കൽ എക്യുമെനിക്കൽ കൗൺസിൽ മുൻ കമ്മിറ്റി അംഗം, ഓതറ നസ്രത്ത് കോളേജ് മുൻ ഗവേണിംഗ് ബോഡി മെമ്പർ, വെസ്റ്റോതറ സെന്റ് മേരീസ് സ്കൂൾ മുൻ ഡയറക്ടർ ബോർഡ് അംഗം, മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിന്റെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ജ്ഞാനായ സമുദായത്തിന്റെ കല്ലിശ്ശേരി മേഖലയുടെ ആസ്ഥാനമായ ബേത്നഹർ ബിഷപ്പ് ഹൗസിന്റെ ശില്പി എന്നുള്ള നിലയിലും കർമ്മരംഗങ്ങളിൽ കർമ്മോത്സുകതയുടെ കയ്യൊപ്പുയർത്തിയ തേക്കുമുട്ടിൽ ബേബി കുട്ടിച്ചായന് എല്ലാവിധമായ ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധമായ ഭാവുകങ്ങളും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട ജൂബി തോമസ് അച്ഛനെ സാദരം ക്ഷണിച്ചോളുന്നു. പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്നേഹവാനും മഹാകാരുണ്യവാനും ദൈവം തമ്പുരാനെ, അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽക്കാലം കൂടി ഈ ലോകത്തിൽ ആയുസ്സോടും ആരോഗ്യത്തോടും ഇരിപ്പാൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രിയ ബേബിക്കുട്ടിച്ചായൻ്റെ 79ാം ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ. എൻ്റെ പ്രിയ ദാസനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊടുത്തതായ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ ജീവിതത്തിലൂടെ അനേക ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി പ്രയോജനകരമായി അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടതായ ഒത്താശകളൊക്കെ ചെയ്യുവാനും നല്ലൊരു ക്രിസ്തീയ സാക്ഷ്യത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിപ്പാനും ദൈവമേ അവിടുന്ന് ഭാഗ്യം കൊടുത്തതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക പ്രവൃത്തി മേഖലകളിൽ സഭാതലത്തിലും രാഷ്ട്രീയ തലത്തിലൊക്കെയും പ്രവർത്തിച്ച് അനേക ആളുകൾക്ക് സഹായങ്ങളെ നൽകുവാൻ തക്കവണ്ണം നിന്റെ പ്രിയ മകനെ ഇടയാക്കിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ മകന് കൊടുത്തതായ കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകന് കൊടുത്തതായ മക്കളെ തലമുറയെ ഓർത്ത് ദൈവസന്നദ്ധയിൽ നന്ദി പറയുന്നു. തുടർന്ന് ദൈവം തമ്പുരാനെ നിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ജീവിത യാത്രയിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തരുന്നതായ ആയുസ്സൊക്കെയും ഈ ലോകത്തിൽ നന്മയോടെ ജീവിപ്പാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മയോടുകൂടി പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ പ്രിയ മകന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതം കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. താങ്ക് യു ഫാദർ. സ്വാഗത പ്രസംഗത്തിനായി
കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബഹുമാന്യനായ ഏബ്രഹാം തോമസിനെ ഏറെ സ്നേഹത്തോടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ ഇപ്രകാരം ഒരു യോഗം കൂടുന്നതിന് കാരണക്കാരനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവും ഇരവിപേരൂർ മണ്ഡലത്തിലെ സീനിയർ നേതാവുമായ ബഹുമാനപ്പെട്ട ബേബിക്കുട്ടിച്ചായൻ്റെ ജന്മദിനം ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പ്രിയ ബേബിക്കുട്ടിച്ചായൻ, അതുപോലെ തന്നെ ഇരവിപേരൂർ മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ തമ്പു പൊന്നോടിൽ, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ ബഹുമാനപ്പെട്ട ജൂബി അച്ഛൻ, അതുപോലെ തന്നെ CPM-ന്റെ ഇരവിപേരൂരിന് മാത്രമല്ല നമ്മുടെ പത്തനംതിട്ടയിലെ പ്രമുഖനായ നേതാവ് പ്രിയപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനന്ത് ഭവൻ സാർ, അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജീവനാഡിയായ നമ്മുടെ തിരുവല്ലയുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവുമായ ശ്രീ ചെറിയാൻ പൊളച്ചെടുക്കൽ, അതുപോലെ തന്നെ ആറന്മുള മണ്ഡലത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ കുര്യൻ മടക്കൽ, അതുപോലെ ജില്ലയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന ശ്രീ രാജീവ് വഞ്ചിപ്പാലം, ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരായ ജേക്കബ് മാവൻ വടശ്ശേരി, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ മായ അനിൽകുമാർ, തിരുവല്ല നിയോജകമണ്ഡലം പ്രസിഡന്റായ ശ്രീ സാമ്പുളപ്പള്ളി, ബഹുമാനപ്പെട്ട തോമസ് മാസ്റ്റർ, അങ്ങനെ നിരവധി ആൾക്കാർ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ 2ാം വാർഡിന്റെ വാർഡ് മെമ്പറായ അമിത് ചാക്കോ ഉൾപ്പെടെ നിരവധി നേതാക്കൾ, നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരായ തോമസ് വർഗീസ്, നിയോജകമണ്ഡലം പ്രസിഡന്റായ സൂസമ്മ വർഗീസ്, അങ്ങനെ ഒരുപാട് പേര് ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതിന്റെ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികമുണ്ട്. ബഹുമാനപ്പെട്ട വേദിച്ചായന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഇരവിപേരൂർ മണ്ഡലത്തിന്റെ പേരിലുള്ള പ്രത്യേക സ്വാഗതം ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബേബിക്കുട്ടിച്ചായനെ പറ്റി 2 വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേബിക്കുട്ടിച്ചായനെ. എങ്കിലും ബേബിക്കുട്ടിച്ചായനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഒറീസയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം കേരള സിറാമിക് എന്ന കമ്പനിയിൽ മൈനിങ് മാനേജറായിട്ട് ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് PRS എടുത്തതിന് ശേഷം പ്രിയപ്പെട്ട ബേബിക്കുട്ടിച്ചായൻ ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ക്വാറി, അതുപോലെ തന്നെ മൈനിങ്, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. പിന്നീട് അദ്ദേഹം ഈ ഹോസ്പിറ്റൽ, അതായത് തന്റെ വള്ളംകുളം ജംഗ്ഷനിൽ വേണ്ടപ്പെട്ടവർക്കൊന്നും അത്യാവശ്യം മെഡിക്കൽ സൗകര്യം കിട്ടുന്നില്ല എന്നറിയപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ തീരുമാനിച്ചു. പെട്രോൾ പമ്പ്, അങ്ങനെ നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് അങ്ങനെ ചെയ്തു വന്ന വഴികളിലെല്ലാം അദ്ദേഹത്തിന്റെ വിജയം എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്ന് വിശ്രമ ജീവിതം അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനായ പ്രിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിൻസ്, സ്വാഗതം. അങ്ങനെ നമ്മുടെ ബേബിക്കുട്ടിച്ചായന്റെ 79ാമത് ജന്മദിനം കേരള കോൺഗ്രസ് പാർട്ടി ഒരു ഏറ്റെടുക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. അടുത്തു വരുന്ന എനിക്ക് ശേഷം വരുന്ന നമ്മുടെ പ്രാസംഗികരൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറയും. എൻ്റെ ഉത്തരവാദിത്തം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബേബിക്കുട്ടിച്ചായൻ ആദ്യമായിട്ട് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നീ എന്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും, എല്ലാം
കർമ്മരംഗത്തെ കർമ്മോത്സുകതയുടെ കയ്യൊപ്പ് ചാർത്തിയ കുട്ടിച്ചാന് എല്ലാവിധമായ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കട്ടെ പ്ലീസ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബഹുമാന്യനായ സുരേഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നട്ടെ.
ബഹുമാന്യനായ തോമസ് കുട്ടി പിനൂസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബേബിക്കുട്ടിച്ചാനെ ഒരു ഷാൾ അണിയിച്ച് ആദരിക്കുന്നതാണ്. അതുപോലെ തന്നെ റോസാ പുഷ്പങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ പുഷ്പങ്ങൾ തന്നവരെല്ലാം ബേബിക്കുട്ടിച്ചാനെ ആശംസകൾ അർപ്പിച്ച് ആ ഹാരം കൈമാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബേബിക്കുട്ടിച്ചാന്റെ സഹധർമ്മിണി കൊച്ചമ്മ ഇവിടെ ഉണ്ട്. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നാട്ടെ. ബേബിക്കുട്ടിച്ചാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ. അത്തരമൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. അത്തരമൊരു മനസ്സിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട തേക്കുമുട്ടിൽ അച്ചായൻ എന്നത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കുന്നത്. ഓരോ രംഗത്തും അദ്ദേഹത്തിന് വിജയത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല മനസ്സ്, അദ്ദേഹത്തിന് മാതാപിതാക്കൾ അത് തന്നെ അവരുടെ മനസ്സിന്റെ കൂടി നന്മ തീർച്ചയായും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. എനിക്ക് അവരെ കൂടി നന്നായി അറിയാവുന്നവരെന്നുള്ളതിൽ അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല. അവരിലെ നന്മയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ സഹായകരമായിട്ടുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് അവസ്ഥ സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായി പോകുന്നില്ല. നമ്മുടെ എക്സാമിൻ്റെ എത്തിയിട്ടുണ്ട്. ഷാൾ അണിയിച്ച് ആദരിക്കും. അതിനുശേഷം ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട തമ്പുരാനോട് സ്വാഗതാശംസ പ്രിയപ്പെട്ട എബ്രഹാം തോമസ്, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകരൊക്കെയായ ശ്രീ ചെറിയാൻ പോളച്ചേക്കൽ അവർ, വേദിയിലുള്ള മറ്റ് ബഹുമാനി മടക്കിലടക്കമുള്ള മറ്റ് ബഹുമാനിയെ, പ്രാർത്ഥന നടത്തിയ പ്രിയപ്പെട്ട ശ്രീ എബ്രഹാം തോമസ്, ശ്രീ ഫാദർ ജൂബി തോമസ് അവர்கள், ഇത് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടാൻ ഇടയാക്കിയ പ്രിയങ്കരനായ തേക്കുമുട്ടിൽ അച്ചായൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഈ തേക്കുട്ടിച്ചായൻ ഞങ്ങൾ വിളിക്കാറുണ്ട്. തേക്കുമുട്ടിൽ അച്ചായൻ എന്നാണ് അറിയപ്പെടുന്നതും ഞങ്ങളെല്ലാം പരാമർശിക്കുന്നതും അങ്ങനെയാണ്. പ്രിയങ്കരനായ തേക്കുമുട്ടിൽ അച്ചായൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ജില്ലാ പഞ്ചായത്തൊക്കെ അടക്കമുള്ള മറ്റേ ബഹുമാനിയെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അച്ചായൻ്റെ ജന്മദിനം ഒരാഘോഷമാക്കി മാറ്റാൻ കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഏറ്റവും ഉചിതവും സ്വാഗതാർഹവും സന്തോഷകരവുമാണ് എന്നതാണ്. മറ്റൊന്ന്, ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോടൊന്ന് പറയാനൊരു അവസരം കൂടി ലഭ്യമാകുന്നു എന്നതും സന്തോഷകരമായ കാര്യമായി ഞാൻ കരുതുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചായരുമായിട്ടുള്ള ബന്ധം, അടുപ്പം, പരിചയം ആരംഭിക്കുന്നത് 1979 ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ജോലി രാജിവെച്ച് നിൽക്കുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇരുവൂർ പഞ്ചായത്തിലെ 5ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ താമസിക്കുന്ന വാർഡല്ല, എനിക്ക് വീടുമായിട്ട് അന്നത്ര പരിചയമില്ല. അപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലായിടത്തും കൂട്ടി ചോദിക്കാൻ ഇങ്ങനെ കയറി ഇറങ്ങി ചെന്ന് വിസ്തൃതമായ പഞ്ചായത്ത് ഇപ്പോഴത്തെ വാർഡൊന്നുമല്ല, ഇന്നത് 3 വാർഡാണ്. അന്ന് ഒറ്റ വാർഡായിട്ടുണ്ടായിരുന്നത് 3 വാർഡാണ് ഇന്ന്. അവിടെ
വോട്ട് ചോദിക്കാൻ ഓരോ വീടുകളിൽ പോയി അങ്ങനെ പോയി തേക്ക് കൂട്ടി വീട്ടിൽ വെട്ടി. അവിടെ വെച്ചാണ് അദ്ദേഹവുമായി പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരം തുടങ്ങിയത്. എന്നോട് അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല, ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല, വന്നതിൽ സന്തോഷം, പക്ഷേ ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യും. അച്ചായൻ എന്ന എൻ്റെ കൂടെ അച്ചായൻ്റെ ഫാദർ പുള്ളിക്ക് രാഷ്ട്രീയം അങ്ങനെ ഒരു കുറച്ച് രാഷ്ട്രീയക്കാരൊന്നും അല്ലെങ്കിൽ പോലും എന്നോടൊപ്പം വളരെ സന്തോഷത്തോടെ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായി പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേസമയം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾ തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുത. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾ തന്നെ സ്ഥാനാർത്ഥിയായി എനിക്കെതിരായി മത്സരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഞാൻ ചെന്ന് വോട്ട് ചോദിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾ വോട്ട് ചെയ്തിരിക്കുമെന്ന് ഉറപ്പായി പറയുകയും അത് ചെയ്തു എന്ന് 100% എനിക്ക് വിശ്വാസവുമുണ്ട്. അപ്പം അവിടെയാണ് തുടക്കം. അവിടെ ആണ് തുടക്കം എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം പിന്നെ ഒറീസയിലെ ജോലിയും അതുപോലെ തന്നെ സെറാമിക്കിൽ ജോലിയും എല്ലാം ഒറീസയിലെ ജോലി രാജിവെച്ച് പിന്നെ സെറാമിക്കിൽ ജോലി ചേർന്നു. ആ ജോലിയും ഏതാണ്ട് ഉപേക്ഷിച്ച് നിൽക്കുന്നൊരു കാലമാണ്. 1978 എന്നാണ് എനിക്ക് ഓർമ്മ, 79 ഇലക്ഷൻ. അപ്പം അദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. ഒറീസയിലും ഇങ്ങനെ ജോലിയും ഒക്കെ ആയിരുന്നുള്ളത് ഇവിടെ അങ്ങനെ സ്ഥിരമായി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു അടുത്ത പരിചയം ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മുതൽ തുടങ്ങിയ ആ സ്നേഹബന്ധം ഇന്നിപ്പോഴും ഒരു പുറകുമേൽക്കാതെ അത് കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഹിതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല എന്നത് ഏറെ സന്തോഷകരമായി ഞാൻ കരുതുകയാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധം നിലനിർന്നു പോകാൻ ഏറ്റവും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം യാത്രയെല്ലാം നടത്തി ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ പിന്നീട് ഞങ്ങളത് ഉപേക്ഷിച്ചില്ലയോ, ഞങ്ങളൊരു പൊതു ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനല്ല. ഞാനും അദ്ദേഹവും കൂടി അധികാര സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ടവരെ ഒരു നിവേദനം സമർപ്പിക്കാനും ഒക്കെയായി പോവുകയും എന്നാലത് ആ ഒരു ആവശ്യം പിന്നീട് ഞങ്ങളത് വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതി അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയാതെ. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം കർമ്മനിരതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ്. എല്ലാവർക്കും സാധാരണഗതിയിൽ മനുഷ്യരുടെ മനസ്സിലുള്ള ചിന്ത എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാവില്ല. എന്നാൽ അങ്ങനെ ഒരു ചിന്തയല്ല അദ്ദേഹത്തെ ഭരിച്ചത്. ഒറീസയിൽ സാമാന്യം ഭേദപ്പെട്ട ജോലി തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമാന്യം വരുമാനമുള്ള ജോലി തന്നെയായിരുന്നു, അല്ലാതെ മോശം ആയിട്ടുള്ളതല്ല. സാമാന്യം വരുമാനമുള്ള ജോലി അത് രാജിവെച്ചു. സെറാമിക്കിലെ ജോലിയും വളരെ പ്രധാനപ്പെട്ട ജോലിയായിരുന്നു. അവിടെയും ഭേദപ്പെട്ട ശമ്പളവും മറ്റു കാര്യങ്ങളുമില്ല, അതും രാജിവെച്ചു. ഇതെല്ലാം രാജിവെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിലായിരുന്നു ചെയ്യുന്ന കാര്യങ്ങൾ. പണമുണ്ടെങ്കിലും അതെല്ലാം സൂക്ഷിച്ചു വെച്ച് ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ കിട്ടി അതുകൊണ്ട് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാണ് നമ്മളിൽ പലരും, അല്ലേ? അതേസമയം അതല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റു കുറേ ആളുകൾ കൂടി ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയിലേക്ക് എനിക്ക് ഇറക്കിച്ചെല്ലാൻ കഴിഞ്ഞാൽ ആ ഇറങ്ങിച്ചെല്ലുന്നത് ഒരു സുഹൃതമാണ് എന്ന് കണ്ടുകൊണ്ട് അത്തരം മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട അച്ചായൻ. ജന്മദിന അനുമോദനം സമ്മേളനം. ഇതേറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ പല ചിന്തകൾ, പല ഓർമ്മകൾ അയവർക്ക്. ബേബി കുട്ടിച്ചായൻ്റെ കുടുംബമായിട്ടും ബേബി കുട്ടിച്ചായനുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ശ്രീ മാമൻ മത്തായി MLA നമുക്ക് അനുസ്മരിക്കാനുണ്ട്.
അദ്ദേഹം ബേബി കുട്ടിച്ചായൻ്റെ ഒരു മകനെ പോലെ ബേബി കുട്ടിച്ചായൻ അതുപോലെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ പൊതു പ്രവർത്തന രംഗങ്ങളിൽ ബേബി കുട്ടിച്ചായൻ്റെ കുടുംബത്തിൻ്റെയും വളരെയേറെ പിന്തുണയും സ്നേഹവും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് 79 വയസ്സായി അച്ഛൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആളാണ്. ദൈവാരോഗ്യം തരും, മുന്നോട്ട് പോകണം. അച്ഛനെ പോലുള്ള പൊതുസമ്മതനായ ഒരു വ്യക്തി ഇന്ന് ഇനിയും ഈ പ്രായത്തിൽ ജീവിച്ചിരിക്കുന്ന അപൂർവമാണ്. പക്ഷേ അതുപോലെ പൊതുരംഗത്തും സഭയുടെ പ്രവർത്തനങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഇൻവോൾവായ ഒരു വ്യക്തിയാണ്. ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും ആ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ്. എല്ലാവരെയും ആ ഒരു സ്നേഹത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. ഞാൻ അല്പകാലം മാത്രമേ പൊതുരംഗത്തുണ്ടായിരുന്നുള്ളൂ, ഒരു MLA ആയിട്ട്. എങ്കിലും ആ കാലം കൊണ്ട് ബേബി കുട്ടിച്ചായനുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനും നമ്മുടെ വള്ളംകുളം പാലത്തിന് വേണ്ടി അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആദ്യം മാമൻ മത്തായി MLA ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയതെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയതിന് ശേഷം അത് പൂർത്തീകരിക്കുവാൻ ബേബി കുട്ടിച്ചായന് അശ്രാന്തം പരിശ്രമിച്ചു. എന്നെ കൊണ്ട് ലിഡ ജയിക്കും അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാൻ പോകുന്നതൊക്കെ ഞാൻ നോക്കുന്നു. തീർച്ചയായിട്ടും ആ നിശ്ചയദാർഢ്യം ബേബി കുട്ടിച്ചായൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് സാധിച്ചേ മതിയാവൂ, റോട്ടറും കാലുവെക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വലിയ മനസ്സിൻ്റെ മുന്നിൽ ഈ പാലം സാധ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയത്നം കൊണ്ടാണ്. തീർച്ചയായിട്ടും അതിനകത്ത് പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അനേക പൊതുപ്രവർത്തനങ്ങൾ പൊതുമേഖലയിലൊക്കെ ബേബി കുട്ടിച്ചായൻ്റെ താങ്ങും തണലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുക. നല്ലൊരു വ്യക്തിത്വം, അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉള്ള, തമാശകൾ പറയുന്ന ഒരു വ്യക്തി. യാത്രയിലാണെങ്കിലും ഒക്കെ ബേബിച്ചായൻ ഞങ്ങളെയൊക്കെ ഒരു കുഞ്ഞു മകളെ പോലെ സംസാരിച്ച് ഞങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ വളരെ നല്ല ഒരു പിതാവ്. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ. നല്ല സഹോദരൻ, നല്ല പിതാവ് എന്നൊക്കെയുള്ള നിലകളിൽ ബേബി കുട്ടിച്ചായനും കുടുംബം തീർച്ചയായിട്ടും ആ താങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഈ ദേശക്കാരിവിടെ ഇതിൻ്റെ എന്നെക്കാൾ മുന്നേ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു. റൂമിലെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ഭക്ഷണം ഇതിന്റെ അടുത്ത റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ആരും പോകരുത്. മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബേബി കുട്ടിച്ചായനെ അണിപ്പിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മിസ്റ്റർ തമ്പു പടിയോരിൽ, ഇവിടെ വലിയ സന്നിഹിതരായുള്ള നമ്മളെ അനുഗ്രഹിച്ച എല്ലാ വിശുദ്ധ നേതാക്കന്മാരും, ഞാൻ അതിന്റെ പേര് പറയാത്തത് എല്ലാവരും പോകാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. തന്നെയുമല്ല, ഭക്ഷണം തണുത്തു പോകുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്.
കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ബലഹീനനായ എന്നെ ആദരിക്കുവാൻ തീരുമാനിച്ചതിന് ഈ കമ്മിറ്റിയോടും ഇതിന്റെ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു. തന്നെയുമല്ല, ഇവിടെ അനേകം നേതാക്കന്മാർ, സംസ്ഥാനതല നേതാക്കന്മാർ, നമ്മുടെ പാർട്ടിയുടെ നെടുന്തൂണായിരിക്കുന്ന എല്ലാവരും വന്നിരുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അൻഡോവൻ സാറ് ഞങ്ങൾ അയൽക്കാരാണെങ്കിലും വളരെ സുഹൃത്തുക്കളാണെങ്കിലും അദ്ദേഹം CPIM-ന്റെ വലിയൊരു നേതാവാണ്. അതുപോലെ മിസ്റ്റർ സുരേഷ് അയൽക്കാരാണ്, പാർട്ടി ബന്ധങ്ങളുണ്ട്, പരസ്പര സ്നേഹമുണ്ട്, സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ സമുന്നത നേതാക്കന്മാരും ഇവിടെ വരികയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തതിന് ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. എടുത്തു പറയപ്പെട്ട രണ്ടുപേര് ഇതിനകത്തുണ്ട്. ഈ സമയത്ത് നടത്തിയതിൽ നമ്മുടെ തമ്പു വിജയനഗര മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ട എബ്രഹാം തോമസ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട മിസ്റ്റർ ബെൻസി കിഴക്കേതിൽ തുടങ്ങിയ എല്ലാവരോടും, അതുപോലെ മിസ്റ്റർ പ്രിൻസ്, പിന്നെ മകനാണെങ്കിലും ഇതിനെ ആദ്യോടന്തം കഷ്ടപ്പെടുകയും ഇതിന് ഡയറക്ഷൻസ് നൽകുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ വന്ന് സംബന്ധിച്ച ബഹുമാനപ്പെട്ട തോമസ് പാസ്റ്റർ, പുള്ളി മീഡിയയിലെ ആളാണ്. അദ്ദേഹം ഇവിടെ വന്ന് ആദ്യോടന്തം ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വധിക്കല്ലേ എന്ന് മാത്രം ഒരപേക്ഷയാണ്. അതുപോലെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വള്ളക്കാലിയുമായി പത്തനംതിട്ടയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ ആ വീട്ടിൽ കയറിയതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അന്ന് മുതലുള്ള ബന്ധം ഇന്ന് വരെ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ബേബിച്ചായനെ ഇന്നത്തെ തലമുറ മാതൃകയാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അനന്തവൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒറീസയിൽ നല്ല ഉദ്യോഗമുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർക്കെല്ലാം വൈറ്റ് കോളർ ജോബ് ആവശ്യം. എവിടെയും 25 ലക്ഷമോ 50 ലക്ഷം രൂപ കൊടുത്താണെങ്കിൽ എവിടെയും ഒരു ജോലിയിൽ കയറുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക്. അപ്പൊ ആ ബേബിച്ചാൻ അന്ന് നല്ല ജോലി ഉള്ളത് വലിച്ചെറിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ബിസിനസ്സിനിറങ്ങി. ബിസിനസ് ശൃംഖല അദ്ദേഹത്തിന് ഒന്നൊന്നൊക്കെ മെച്ചമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ ദൈവാശ്രയമുള്ള മക്കളായി വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരുവാൻ അവരും ബിസിനസ് രംഗത്തിന് ഒന്നിനൊന്നിനും മെച്ചം മുന്നോട്ട് കൊണ്ടുപോയി. എനിക്കറിയാം, പ്രിൻസിനെ അറിയാം. പ്രിൻസ് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ വരെ ബിസിനസ് ചെയ്യുവാനുള്ള പദ്ധതിയും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു ഇരിക്കുകയാണ്. ഈ തെക്കുമൂട്ടിൽ ദീർഘിപ്പിച്ചതിൻ്റെ ഈ അനുമോദന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇരുപേരും മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലൊരു അനുമോദന സമ്മേളനം നടത്തി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മുതിർന്ന നേതാവ് പ്രിയപ്പെട്ട ബേബിക്കുട്ടിച്ചായനെ ഒന്ന് ആദരിക്കണം, ഒന്ന് അനുമോദിക്കണമെന്ന് ഞങ്ങളുടെ മണ്ഡല കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കന്മാർ, സംസ്ഥാനത്തെ നേതാക്കന്മാർ,
ഇരവിപേരൂർ മണ്ഡലത്തിലെ പ്രവർത്തകരെ, മണ്ഡലത്തിലെ നേതാക്കന്മാർ, അഭ്യുതകാംക്ഷികൾ ആയ എല്ലാവരെയും ഞങ്ങൾ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചു. എന്തായാലും എന്നെക്കാൾ ഒരു വയസ്സിന് ആളോ എന്നുള്ളതിൽ എഴുത്താൻ ഇങ്ങനെ ഒരു അവസരത്തിൽ എല്ലാ ആശംസകളും അർപ്പിക്കുവാൻ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എഴുത്താനെ പറ്റിയൊക്കെ വളരെ ദീർഘമായി, വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റിയും അദ്ദേഹം വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് അനന്തഗോപന് തുറന്നു പ്രവർത്തിച്ച ബഹുമാന്യനായ ചെറിയാൻ കുളത്തിറക്കലും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇവിടെ ക്ഷണിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളോട് സഹകരിച്ച് ഇത്തരം ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുവാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുട്ടിയിട്ടുണ്ട്, ഭർത്താവുമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് ബഹുമാനമുള്ള, ഞങ്ങൾക്ക് സ്നേഹമുള്ള, ആദരവുള്ള ലേഖമുണ്ട് തന്നെ അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. സമുചിതമായി ആഘോഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് നേതാവ് ശ്രീ മാത്യു എബ്രഹാം, നമ്മളെല്ലാം സ്നേഹത്തോടെ ദേവകുറിച്ചായി വിളിക്കുന്ന പ്രിയപ്പെട്ട മാത്യു എബ്രഹാം, ജില്ലാ പ്രസിഡന്റ്, മറ്റ് മണ്ഡലം പ്രസിഡന്റ്, അനില്, ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സംഘാടകർ, ഈ മണ്ഡലത്തിൻ്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട എബ്രഹാം ഉൾപ്പെടെയുള്ളവർ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ദൈവകുറിച്ച. അപ്പോൾ ഒരു 2, 3, 4 തലമുറയോളം അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് പ്രിയപ്പെട്ട ബേബി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാർട്ടിയുടെ കൂടെ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് പ്രയാസങ്ങളുണ്ടായപ്പോഴൊക്കെ ആവശ്യമായ കൈത്താങ്ങ് നൽകി പാർട്ടിയെ ബലപ്പെടുത്തിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ദേവകുടിക്കാൻ. പാർട്ടിയിൽ മാത്രമല്ല, ബിസിനസ് രംഗത്തും സമുദായ രംഗത്തും പൊതുപ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹം ഏതൊക്കെ രംഗങ്ങളിൽ പ്രവർത്തിച്ചോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിത വിജയം എന്ന് പറയുന്നത് എത്ര നാള് ജീവിച്ചു, എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളത്. ജീവിക്കുന്ന കാലയളവിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക്, സഭയ്ക്ക്, ഭവനത്തിനൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മഹാത്മ്യം വളർത്തുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ബേബുടിച്ചാൻ്റെ ആയുസ്, ദൈവം കൊടുത്ത ആയുസ്, അത് ഏറ്റവും ഫലവത്തായി സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ വേണ്ടുന്ന വിധത്തിൽ നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട ബേബുടിച്ചാൻ നൽകുന്ന ചടങ്ങാണ്. അപ്പൊ അവർ ഇരവിപേരൂർ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും ഈ വേദിയിലേക്ക് കടന്നു വരണം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിച്ചുള്ള ഒരു മൊമെന്റാണ് ബഹുമാനപ്പെട്ട അനന്തഗോപൻ സാറ് ബേബുടിച്ചാന് കൈമാറുന്നത്. താങ്ക് യു.
കൂടി അവശേഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇരുപേരൂർ ജ്ഞാനായ പള്ളിയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മാത്തുക്കുട്ടി അപ്പാപ്പൻ ഒരു പ്രശ്നവും കൂടാതെ ആ ഇരുപേരൂർ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയകരമായി ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ അങ്ങനെ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരള കോൺഗ്രസ് പാർട്ടി ഇരുപേരൂർ മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ തമ്പു പടോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. തന്റെ പ്രവർത്തനങ്ങൾ, കർമ്മമണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പ്രിയപ്പെട്ട ബേബിക്കുട്ടിച്ചാന് സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ താൻ തൊട്ട മേഖലകളിലൊക്കെ വലിയ വിജയം കൈവരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് തന്റെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്തുവാൻ പ്രിയപ്പെട്ട ബേബിക്കുട്ടിച്ചാന് സാധിച്ചത്. മുമ്പേ ഇവിടെ പറഞ്ഞു, പണമുള്ളവർ പലപ്പോഴും ചെയ്യുന്നത് അത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് മേടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ബേബിക്കുട്ടിച്ചാൻ ബിസിനസ് മേഖലയിലേക്ക് കടന്നു. ബിസിനസ് മേഖലയിൽ കടന്നതിന്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ ബേബിക്കുട്ടിച്ചാൻ സാധിച്ചു. തുടർന്നും ബേബിക്കുട്ടിച്ചാന് എല്ലാ നന്മകളും ജഗദീശ്വരൻ പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.